പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 135. വികാരങ്ങൾ. സദൃശവാക്യങ്ങൾ 3, വചനം 5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശവാക്യങ്ങൾ 14, വചനം 12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. യിരെമ്യാവ് 17, വചനം 9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? 1 ശമൂവേൽ 13, 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്തീയർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട്, ഫെലിസ്തീയർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായിക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ലൂക്കോസ് 9, വചനം 23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 7, 21 മുതൽ 23 വരെയുള്ള വചനം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. ആമേൻ.